യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വ്യാജ ID കാർഡ് ഉണ്ടാക്കി എന്ന കേസിൽ രാഹുൽ മങ്കൂട്ടത്തിൽ ഇന്ന് ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ ഹാജരാകുമോ എന്നതിൽ വ്യക്തതയില്ല. ശനിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാകാനാണ് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമാനമായ രീതിയിൽ 2000 തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചെന്നാണ് കേസ്. വ്യാജരേഖ ചമയ്ക്കൽ, വഞ്ചന കുറ്റം, ക്രിമിനൽ ഗൂഢാലോചന എന്നീ ഗുരുതര കുറ്റകൃത്യങ്ങൾ നടന്നു എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. കേസിലെ മൂന്നാം പ്രതി അഭിനന്ദിന്റെ ഫോണിൽ നിന്ന് പിടിച്ചെടുത്ത ശബ്ദരേഖയിലും രാഹുലിന്റെ പേരുണ്ട്. ചോദ്യം ചെയ്യലിൽ രാഹുലിന് പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ രാഹുലിനെയും പ്രതി ചേർക്കും. വ്യാജരേഖ ചമയ്ക്കലും, വഞ്ചനാ കുറ്റവും, ക്രിമിനൽ ഗൂഢാലോചനയും, വ്യാജ ഇലക്ട്രോണിക് രേഖയുണ്ടാക്കലും അടക്കം ഗുരുതര കുറ്റകൃത്യങ്ങളാണ് പ്രതികൾ ചെയ്തതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. യൂത്ത് കോൺഗ്രസ് നേതാക്കളും രാഹുലിന്റെ അടുത്ത സുഹൃത്തുക്കളുമായ അഭിനന്ദ് വിക്രമൻ, രഞ്ജു, ഫെനി നൈനാൻ, ബിനിൽ ബിനു, വികാസ് കൃഷ്ണ, ജെയ്സൺ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. ഫെനി നൈനാനും ബിനിൽ ബിനുവും പിടിയിലാകുമ്പോൾ സഞ്ചരിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാറിലായിരുന്നു. ഇതോടെയാണ് രാഹുലിലേക്കും അന്വേഷണം തിരിഞ്ഞത്. മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് സംഘം കാർഡുകൾ നിർമ്മിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത തിരിച്ചറിയൽ കാർഡുകളിലെ ഫോട്ടോയും പേരും മാറ്റിയാണ് സംഘടനാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചതെന്ന് തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. ഇത് രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. അഭിനന്ദ് വിക്രമന്റെ ലാപ്ടോപ്പിൽ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചാണ് കാർഡുകൾ നിർമ്മിച്ചതെന്ന് പരിശോധനയിൽ വ്യക്തമായി. ദിവസവും 50 മുതൽ 60 വരെ കാർഡുകൾ എന്ന നിലയിൽ 2000-ഓളം വ്യാജ കാർഡുകളാണ് നിർമ്മിച്ചത്. ഇതിനായി ദിവസവും 1000 രൂപ വീതം നൽകി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 465, 468, 471, 419, 120B, IT നിയമത്തിലെ 66C വകുപ്പുകൾ പ്രകാരമാണ് കേസ്. വ്യാജരേഖ ചമയ്ക്കുന്നവർക്ക് IPC 465 പ്രകാരം 2 വർഷം വരെ തടവും പിഴയും, ഇലക്ട്രോണിക് രേഖ ചമയ്ക്കുന്നതിന് 468 പ്രകാരം 7 വർഷം വരെ തടവും ലഭിക്കാം. 419 അനുസരിച്ച് വഞ്ചനാ കുറ്റത്തിന് 3 വർഷം വരെ തടവും പിഴയും ഉണ്ടാകും. 120B പ്രകാരം ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് 6 മാസം വരെ തടവും പിഴയും നൽകാം. ഡിജിറ്റൽ ഒപ്പ്, പാസ്വേഡ്, മറ്റ് വ്യക്തിഗത വിവരങ്ങൾ എന്നിവ വ്യാജമായി നിർമ്മിച്ചതിന് 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ് ശിക്ഷ. ക്രൈംബ്രാഞ്ചിന് മുൻപാകെ രാഹുൽ ഹാജരാവുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. എന്തൊക്കെയായാലും രാഹുലിന് ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ്.